ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു വെന്തുടഞ്ഞ കപ്പയും മീൻകറിയും നോക്കിയാലോ. മീൻകറിയുടെ റെസിപ്പി ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വെന്തുടഞ്ഞ കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോളം വരും കപ്പ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മരിച്ചിനി എന്നാണ് പറയുന്നത്. മരിച്ചിനി, ചീനി, അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടും കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ടിയോടുകൂടി കട്ട് ചെയ്തെടുക്കണം, എന്നാലും നമുക്ക് ഉടയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കലത്തിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നമ്മൾ വെള്ളം കൂടിപ്പോലും കുഴപ്പമില്ല, കാരണം നമ്മളിത് ഊറ്റിക്കളയുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആ വെള്ളം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകപ്പൊടിയും, കുറച്ച് ഇടാവും, കൂടിപ്പോയാൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ. വെള്ളവും കൂടി ഒഴിച്ച് വേണം അരച്ചെടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വെള്ളം കൂടി ഒന്ന് അരച്ചെടുക്കുക. നല്ല വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് മരിച്ചിനിയിൽ വേണമെങ്കിൽ വേറെ ഉപ്പിടാം. ഞാനിപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പും മരിച്ചിനിക്ക് വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് ഇട്ടേക്കുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാവേ. ഇത് കണ്ടോ, കിഴങ്ങ് വേവാൻ അധികം സമയമൊന്നും വേണ്ട. വെന്ത് കഴിയുമ്പോഴേക്കും ഇത് നമുക്കിങ്ങനെ എടുത്ത് നോക്കാവുന്നതാണ്. കണ്ടോ, വെള്ളം ഞാൻ ഊറ്റി കളയുന്നുണ്ട്. ഞാനെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അത് വീണ്ടും തിരിച്ച് അടുപ്പത്തോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വച്ചതിന് ശേഷം ഞാൻ ആ അരപ്പുണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല വെന്തുടഞ്ഞ് വരുന്ന കപ്പയാണ്. പല സൈസിലുള്ള കപ്പ കിട്ടും കേട്ടോ. വേവാത്ത കപ്പയൊക്കെ കിട്ടും. നമുക്കിത് നല്ല വെന്ത കപ്പയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ല ഇളക്കി ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം ഉടയ്ക്കും അത്രത്തോളം നന്നായിട്ട് വരും കേട്ടോ. അതേ കണ്ടോ, ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കപ്പ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.